ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിൻസ് ഫുഡ് കോർട്ട്. ഇപ്പോൾ നല്ല ചൂടുള്ള കാലമല്ലേ, നമുക്കൊരു തണുത്ത ഐസ്ക്രീം കഴിച്ചാലോ? എങ്കിൽ അത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ? ആദ്യമായി നമുക്ക് പാനിലോട്ട് 1/2 ലിറ്റർ മിൽക്ക് ഒഴിക്കാം. സ്റ്റൗ കത്തിച്ച് നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. അത് തിളക്കോളം വെയിറ്റ് ചെയ്യാം. പാല് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. പഞ്ചസാര, സ്റ്റാർച്ച്, കൊക്കോ പൗഡർ, വനിലയുടെയും ചോക്ലേറ്റിൻ്റെയും ഫ്ലേവേർഡ് പൗഡർ, ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് നന്നായി യോജിച്ച ശേഷം നമുക്ക് പാലിലോട്ട് ചേർക്കാം. പാലിലോട്ട് ചേർത്ത മിക്സ് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മിക്സ് ഞാൻ 3 തവണയായിട്ടാണ് ചേർക്കുന്നത്. അതാവുമ്പോൾ കട്ട കെട്ടാതെ നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ മിക്സ് പാലിൽ ചേർത്ത് 2 മിനിറ്റ് മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മിക്സർ പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ കേക്ക് ട്രേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെ ട്രേ ആണ് നല്ലത്. അതാവുമ്പോൾ പെട്ടെന്ന് ഫ്രീസ് ചെയ്ത് കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റെ ട്രേയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ തണുത്തതിന് ശേഷമേ ഒഴിക്കാൻ പാടുള്ളൂ. ഈ മിക്സ് നമുക്ക് ചൂടാറാൻ വേണ്ടി അരമണിക്കൂർ പുറത്ത് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മുടെ ഐസ്ക്രീം പുറത്തെടുത്തിട്ടുണ്ട്. ഐസ്ക്രീം നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം അത് നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. പിന്നീട് അത് ഫ്രീസറിലേക്ക് വെക്കാം. നമ്മൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മളൊരു ബൗളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ വിതറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അധികം സ്റ്റെപ്പൊന്നുമില്ലാതെ ചോക്ലേറ്റ് ഐസ്ക്രീം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഐസ്ക്രീം ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.